ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജിജോ. ചേട്ടാ ഇവിടെ മറ്റേ കക്ഷികളുടെ ശല്യം ഉണ്ടോ? ആനയുടെ ശല്യമല്ലേ? ആനയല്ലേ ചേട്ടാ? ആനയെ നമുക്ക് പിന്നെ സഹിക്കാം ചേട്ടാ. ചേട്ടൻ ആനയാണോ പേടി, മയക്കുമരുന്നേരാണോ പേടി? രണ്ടിനും പേടിയാ. ആനയുടെ ശല്യം ഭയങ്കരമായിട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നു. മയക്കുമരുന്നേരെ അല്ല, അതിലുപരിയായിട്ട് ഇപ്പം പിന്നെ ലഹരിന്റെ ഇതുവഴി കടന്നു പോകുന്നു പറഞ്ഞു താമരശ്ശേരി ചുരം വഴി. നമ്മളെ പിന്നെ വയനാട് ഈ പിന്നെ കർണാടകത്തിൽ നിന്ന് വരുന്നു, വയനാട്ടിൽ കയറി ബാംഗ്ലൂർ വരിക. നിങ്ങൾ ചെറുക്കണ്ടേ ഇതിനെ? ഞങ്ങൾക്ക് ശക്തമായിട്ട് ഞങ്ങൾ ഇവിടെ എതിർക്കുന്നുണ്ട്. ഞങ്ങളോട് ഞങ്ങൾ ചെറുക്കാൻ തീരുമാനിച്ചു. ഫ്രണ്ട് നേരെ വെടികൊണ്ട് വീഴുമ്പോ അടുത്ത നിലയിലേക്ക് കയറാൻ ചേട്ടൻ റെഡിയായിരുന്നു. റെഡിയാണോ? എന്താ ചെയ്യുന്ന പണി? ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്. ചേട്ടൻ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഇനി എവിടെ സമയം കിട്ടുക? ഞങ്ങൾ 3 മണിയാകുമ്പോൾ പരിപാടി. അപ്പൊ ചേട്ടാ വൈകുന്നേരം 3 മണി കഴിഞ്ഞാൽ എന്ന് കുറെ കാലത്തേക്ക് ഇത് ഇവിടുന്ന് പോകുന്നവരെ ചേട്ടൻ നിൽക്കണം. ഓക്കെ, നമ്മുടെ മക്കളോട് നമുക്ക് ചോദിക്കാം. മക്കളെ അടി കൂടാതെ രാവിലെ അവൻ എന്താ പ്രശ്നം ഉണ്ടാക്കി? അവനെ പേടിപ്പിച്ചു രാവിലെ. അവൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു. നമ്മുടെ ഈ പ്രായം കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കളിസ്ഥലമൊക്കെ ഉണ്ടോ? ഇല്ലയോ? അതെന്താ ഇല്ലാതെ? എന്റെ പേരെന്തോ? അപ്പൊ ഈ കളിസ്ഥലം ഇല്ല, അപ്പൊ അതുകൊണ്ട് കളിക്കാൻ അവിടെ പോകും. അപ്പൊ പിന്നെ അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അപ്പൊ അവിടെ കളിക്കും. ഇവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങൾ ആരോടും പറഞ്ഞോ ഗ്രൗണ്ട് വേണമെന്ന്? LDF-കാരോട് UDF-കാരോടൊക്കെ പറഞ്ഞു. LDF UDF കണക്കാന്നോ? അവരോടൊക്കെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഗ്രൗണ്ട് കിട്ടിയില്ല. സ്കൂളിൽ ഗ്രൗണ്ട് ഉണ്ടോ? നല്ല ഗ്രൗണ്ട് സ്കൂളിലുണ്ടോ? ഏത് സ്കൂളിലാ? MGM. അവിടെ നല്ല സൂപ്പർ ഗ്രൗണ്ട്. നിങ്ങൾ ഫുട്ബോൾ ആണോ ക്രിക്കറ്റ് ആണോ കളിക്കുക? രാവിലെ എല്ലാം കഴിച്ചോ? ഇന്നലെ ഉറക്കത്തിൽ സ്വപ്നം വല്ലതും ഉണ്ടോ? എന്താ പിന്നെ പേടിച്ച് മാറുന്നുണ്ട്? ഓക്കെ, അപ്പൊ മക്കളെ പ്ലെയറാ അല്ലേ? നീ പ്ലെയറാ? ഓക്കെ, ഇവനെ കണ്ട ഒരു ഗോളി ലുക്കാ. ആരാ ഇഷ്ടപ്പെട്ട പ്ലെയർ? ആരാ? നമ്മുടെ തകർത്തും. റൊണാൾഡോ ഗോൾ അടിച്ച് കാണുമ്പോ ഒരു ആക്ഷൻ കാണിക്കില്ലേ? കാണിക്കാവോ? അത് പറ്റില്ല. ആ ആക്ഷൻ ഭയങ്കര രസമാണ് അത് കാണാൻ. നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓടി വന്നിട്ട് ആസാനം. പക്ഷെ അവൻ കാണിക്കുമെന്ന് തോന്നല്ലേ? മക്കളെ, നിങ്ങളുടെ ടർഫിന്റെ കാര്യം നമ്മൾ എവിടെയൊക്കെ ഉന്നയിക്കും കേട്ടോ. ഒരു ടർഫ് പോലും അല്ലേ ശരിയാക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ പറഞ്ഞിട്ട് പരിഗണനയുണ്ട്.